സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അതിലുപരി ത്യാഗത്തിൻ്റെയും. കാരണം ഈദുൽ അദ്ഹ ഒരു ത്യാഗത്തിൻ്റെ കൂടി ഓർമ്മയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ത്യാഗത്തിൻ്റെ കൂടി ഓർമ്മയാണ് ഈദുൽ അദ്ഹ. ലക്ഷക്കണക്കിന് ആളുകൾ പരിശുദ്ധ മക്കയിൽ ഹജ്ജത്തുൽ വിദായിൽ ഒരുമിച്ച് കൂടുന്ന ഒരവസരം കൂടിയാണ്. അപ്പോൾ ലോകത്തിലെമ്പാടുമുള്ള എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഈദുൽ അദ്ഹ ആശംസകൾ നേരട്ടെ. യുഹിബ്ബുൽ മുത്തതഹിരീൻ എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഞാൻ വൃത്തിയുള്ളവരെ സ്നേഹിക്കുന്നു. വൃത്തിയുള്ളവർ എന്ന് പറഞ്ഞാൽ നല്ല ഡ്രസ്സ് ഇട്ട് സ്പ്രേ അടിച്ചുകൊണ്ടല്ല, മാനസികമായ ശാരീരികമായി പ്രാവർത്തികമായി നമ്മൾ സംശുദ്ധി വരുത്തണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിച്ചത്. ഏകനായ സൃഷ്ടാവ് നമ്മളോട് ഓർമ്മിപ്പിച്ചത് അതാണ്. അതനുസരിച്ച് സഹോദര്യ സ്നേഹത്തോടുകൂടി എല്ലാ മതവിഭാഗങ്ങളെയും സൗഹാർദ്ദത്തോടുകൂടി നോക്കിക്കണ്ടുകൊണ്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ അതിലുപരി ത്യാഗത്തോടെ ആദരവോടെ ബഹുമാനത്തോടെ എല്ലാവരുമായി ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഈദുൽ അദ്ഹ ആശംസകൾ. ദൈവം നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ. ഗൾഫ് രാജ്യമാണ് നമ്മുടെ കേരളത്തിന് എല്ലാ രീതിയിലും അന്നദാതാവ് എന്ന് പറയുന്ന മാതിരിയാണ്. എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ, 45 ലക്ഷം ആളുകൾ UAE തന്നെയുണ്ട്, കുഞ്ഞുകുട്ടികളടക്കം. അങ്ങനെ GCCയിൽ മുഴുവൻ ഉണ്ട്. ഈ രാജ്യത്തിന് ഇവിടുത്തെ ഭരണകർത്താക്കൾക്കും യാതൊന്നും വരുത്തരുത് എന്ന് എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരും പ്രാർത്ഥിക്കണം. എല്ലാവർക്കും എൻ്റെ ഈദ് അദ്ഹ ആശംസകൾ.